മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിലാണ് കെപിസിസി അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റിക്കൊണ്ട് സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള തീരുമാനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയാൽ പകരം ആരെ പരിഗണിക്കും എന്നതായിരുന്നു ഹൈക്കമാൻഡിന് മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അവിടെയാണ് ആന്റണിയുടെ പേര് വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ഈ വിഷയത്തിൽ വിമർശനമുയരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായതോടെയാണ് ആന്റണിയുടെ പേര് മാറ്റിക്കൊണ്ട് പകരം മറ്റൊരു പൊതു സ്പീക്കറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന ഒരു ചർച്ച വന്നത്. അവിടെ കെ സുധാകരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ കൂടിയായ കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന കാര്യം രാഹുൽ ഗാന്ധിയോട് ഫോൺ സംഭാഷണത്തിനിടയിൽ ആവശ്യപ്പെട്ടത്. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ തരൂരും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ഈ കാര്യം ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച ചെയ്തു. പിന്നീടാണ് സണ്ണി ജോസഫിന്റെ പേരിന് സ്വീകാര്യതയുണ്ട്. പൊതുവിൽ നിലവിലെ സാമുദായിക സമവാക്യങ്ങൾ അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ പാർട്ടിയെ നയിക്കാൻ സണ്ണി ജോസഫിന് കഴിയുമെന്ന മുൻ പിസിസി അധ്യക്ഷന്മാരായ കെ മുരളീധരനും വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. അങ്ങനെയാണ് സണ്ണി ജോസഫിന് വളരെ അപ്രതീക്ഷിതമായി കെപിസിസിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കെപിസിസിയെ നയിക്കാനുള്ള, സംസ്ഥാന കോൺഗ്രസിനെ നയിക്കാനുള്ള നിർണായകമായ നറുക്ക് വീഴുന്ന സാഹചര്യമുണ്ടായത്. ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നിരവധി പേരുകളുണ്ട്. അതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അടൂർ പ്രകാശിനെ യുഡിഎഫിന്റെ കൺവീനറായി നിയമിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരുമായി പി സി വിഷ്ണുനാഥ്, അതോടൊപ്പം കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ എ പി അനിൽകുമാർ, അതോടൊപ്പം ഷാഫി പറമ്പിൽ മുസ്ലിം പ്രാതിനിധ്യവും യുവ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിലിനെ കെപിസിസിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് കടക്കുന്നതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ പൂർണ്ണമായി സജ്ജമാക്കുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. ഈ കോൺഗ്രസിന്റെ ഈ സംസ്ഥാന കോൺഗ്രസിൽ കെപിസിസിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഒഴികെയുള്ളവരെ മുഴുവൻ മാറ്റും എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഴിച്ചുപണി മറ്റ് തലങ്ങളിലേക്ക് കൂടി കടക്കും. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും വലിയ തരത്തിൽ തന്നെ അപമാനിച്ചിറക്കി വിടാനുള്ള നീക്കം നടന്നാൽ തന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം കടുത്തതായിരിക്കുമെന്ന് കെ സുധാകരൻ തന്നെ ഹൈക്കമാൻഡിനെ ഫോൺ സംഭാഷണത്തിനിടയിൽ അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം സമഗ്രമായ നേതൃമാറ്റം നടത്താൻ എന്ന കാര്യം മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഫോണിൽ ആവശ്യപ്പെട്ടത്. ആ പശ്ചാത്തലത്തിലാണ് സുധാകരന്റെ കൂടി വിശ്വസ്തനായ കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ കെപിസിസിയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്.